ഹലോ കൂട്ടുകാരെ, പല ബന്ധങ്ങളും ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒത്തിരി പേര് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു, എന്നിട്ടും തനക്ക് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ കൂട്ടിപ്പിടിക്കാനോ ചേർത്ത് പിടിക്കാനോ സാധിക്കില്ലെങ്കിൽ ആ ബന്ധം അങ്ങ് വിട്ട് കളഞ്ഞേക്കണം. കാരണം ഇന്ന് ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഫീൽഡിലൂടെ പോയി എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവൾക്ക് പണ്ടത്തെ ആ ഒരു ചിരിയോ അല്ലെങ്കിൽ മുഖത്തുള്ള ആ പ്രസന്നതയോ ഒന്നും കണ്ടില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ചേച്ചി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു തിരിച്ച്. ഇവിടെ ഒരു പഞ്ചായത്തിൽ ഒരു സംഭവം മേടിക്കാനുണ്ട്. അതിൻ്റെ പേരിൽ മാത്രം ഞാനിന്ന് വന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോകാനായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കാരണം? വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി, 2 മക്കളുണ്ട്. പലതവണ അവൾ ചിന്തിച്ചു ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന്. ഒരുപാട് പേര് പറഞ്ഞു, നീ തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ നിൻ്റെ വീട്ടുകാർക്കൊരു ഭാരമായി തീരും, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യം. പലർക്കും പണികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവളുടെ വീട്ടുകാർ അവളെ തള്ളിക്കളഞ്ഞൊന്നുമില്ല. ഉള്ള സൗകര്യത്തിൽ നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ തിരിച്ച് വിളിക്കുകയായിരുന്നു. അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഇന്ന് ശരിയാവും നാളെ ശരിയാവും. ഫസ്റ്റത്തെ കുട്ടിയായി, പല ബഹളങ്ങളുണ്ടായി, വീട്ടിൽ പോയി, വീണ്ടും അവിടെ നിന്ന് തിരിച്ചു വന്നു. ഇനിയൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. രണ്ടാമത്തെ കുട്ടിയായി. രണ്ടാമത്തെ കുട്ടിക്ക് ഇപ്പോൾ 5-6 വയസ്സുണ്ട്. വീണ്ടും അവൾ ഓക്കെ ആകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നത്. പക്ഷേ അവിടെ വീണ്ടും ശരിയാകില്ല. ഞാൻ എന്ത് ചെയ്യാനാണ് ചേച്ചിയെ? ഒരുപാട് ഞാൻ ശ്രമിച്ചു. ഇനി എനിക്ക് വയ്യ. എനിക്കിങ്ങനെ 2 മക്കളെ നോക്കി എനിക്കിനി ജീവിച്ചാൽ മതി. ഇനിയൊരു വിവാഹമോ അല്ലെങ്കിൽ എനിക്കൊരു ജീവിതമോ വേണ്ട. ഇനി അദ്ദേഹം വന്നാൽ ഞാൻ സ്വീകരിക്കുകയുമില്ല. എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു സ്ത്രീ ഒരുപാട് സഹിക്കും. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ക്ഷമയുടെ ഒരു നെല്ലിപ്പടി എന്നൊക്കെ പറയില്ലേ, അത്രമാത്രം സഹിക്കും. പക്ഷേ സഹിക്കെട്ട് കഴിഞ്ഞാൽ അവൾ പ്രതിരോധിക്കും, അവൾ തള്ളിക്കളയും. പിന്നെ ഒരിക്കലും ഒരു ഭർത്താവിനോ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ഒരാൾക്കും ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും കാണില്ല. കാരണം ആ വ്യക്തി സഹിക്കാവുന്നതിൻ്റെ മാക്സിമം സഹിക്കുകയും ക്ഷമിക്കാവുന്നതിൻ്റെ മാക്സിമം ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു പുരുഷന് മാത്രമല്ല, സ്ത്രീക്കും കൂടിയുള്ളതാണ്. പുരുഷൻ്റെ ഭാഗം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ഞാൻ സ്ത്രീയുടെ ഭാഗം മാത്രമേ കേട്ടുള്ളൂ. എങ്കിലും പറയാണ്, സ്ത്രീ എന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെയാണ്. ഒരുപാട് സഹിക്കും, ഒരുപാട് പൊരുതും. പക്ഷേ അവൾ ഉപേക്ഷിച്ച് കളഞ്ഞാൽ, ഒരു പുരുഷൻ ഉപേക്ഷിക്കുന്ന പോലെയല്ല ഒരു സ്ത്രീ ഉപേക്ഷിക്കുക. അവൾ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിച്ചത് തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കലും പിന്നെ അത് തിരിച്ചു പിടിക്കാനായിട്ട് അവൾ നോക്കില്ല. ആയതിനാൽ നിങ്ങളുടെ മുന്നിലുള്ള ജീവിതങ്ങൾ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. സമയം പാഴായിട്ടില്ല. മാക്സിമം പൊരുതുക ജീവിതത്തിനോട്. പിടിച്ചിട്ട് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല എന്ന് വന്നാൽ നിങ്ങളതിനെ വിട്ടുകളയുക. കാരണം ജീവിതം നിങ്ങളുടേതാണ്. ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ഇനിയുള്ള ജീവിതത്തിൽ തനിച്ചാകാം, ഒറ്റപ്പെട്ടേക്കാം, സമൂഹം ഒറ്റപ്പെടുത്തിയേക്കാം. പക്ഷേ എനിക്ക് ആ ഒറ്റപ്പെടുന്നവരോട് പറയാനുള്ളത്, ദൈവം എന്നൊരു ശക്തി നിങ്ങളുടെ മുകളിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ദൈവം എന്നൊരു വിശ്വാസത്തിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ ആ ദൈവത്തിൽ ആശ്രയിക്കുക, മാന്യമായി ജീവിക്കുക. ഒരെണ്ണത്തിന് തള്ളിക്കളഞ്ഞുകൊണ്ട് വേറൊരെണ്ണത്തിന് ഒരു വിഴുപ്പ് മാറ്റിക്കൊണ്ട് വേറൊരു വിഴുപ്പ് വാരി വലിച്ച് എടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു തീരുമാനമാണെങ്കിൽ ഒറ്റയ്ക്ക് പൊരുതിയാലും ജീവിക്കാം. ഞാൻ അങ്ങനത്തെ ഒരു ജീവിതത്തിനോട് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരാളല്ല. എങ്കിലും ചില ജീവിതങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില ജീവിതങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. എനിക്ക് ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും വേറിട്ട് ജീവിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയണത്.
അതെല്ലാവർക്കും ഉൾക്കൊള്ളാനായിട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ജീവിതത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകളിലും സഹിച്ച് 12 വർഷം ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് ഇന്നും ഇന്നലെയും ഒറ്റ നിമിഷം കൊണ്ടെടുത്ത തീരുമാനങ്ങളല്ല അത്. വർഷങ്ങളുടെ പഴക്കം കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങളാണ് ഒരു സ്ത്രീ എടുക്കുന്നത്, ഒരു പുരുഷനെടുക്കുന്ന പോലെയല്ല അത്. ആയതിനാൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ വീണ്ടും കൂട്ടിച്ചേർക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക. പരീക്ഷണത്തിന് വേണ്ടി നിൽക്കരുത്, ആത്മഹത്യ ചെയ്യരുത്. താങ്ക് യു.